ഈ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ മറ്റ് സംഘടനകളിലെ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചാനൽ ചർച്ചയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരഘോരം പറയാ, അടിവിടുക, അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാ, അതിനപ്പുറത്തേക്ക് അത് ആ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കും? ജസ്റ്റ് മുഖം തിരിച്ച് പോകാനാണോ അല്ലെങ്കിൽ കൈ കൊടുത്ത് പിരിയാണോ? പലപ്പോഴും നിങ്ങളുടെ ഇന്റർവ്യൂകൾ, നിങ്ങളുടെ ചാനൽ ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തിരുന്നിട്ടാണല്ലോ ഇപ്പോൾ ചാനൽ ചർച്ച. അപ്പം നേരിട്ട് കാണാനുള്ള അവസരം, നേരിട്ട് കാണുമ്പോൾ കണ്ട് കഴിഞ്ഞാൽ ചിരിക്കും, ഒന്ന് കൈ കൊടുക്കും, പോവും. അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ പോസ്റ്റുകളുള്ള ആളുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണോ അതോ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം, ആവശ്യത്തിനാണല്ലോ നമ്മൾ സംസാരിക്കുക, ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കേസുവിനെ വിളിച്ചു, അവർ വന്നില്ല. കേസുവിനെ വിളിച്ചു. അപ്പോൾ വിളിക്കുന്നതിനകത്ത് പ്രയാസമൊന്നുമില്ല, കാണുമ്പോൾ വിഷ് ചെയ്യാറുണ്ട്, സംസാരിക്കും. അതിനപ്പുറമായി അപ്പുറത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാവായതുകൊണ്ട് വ്യക്തിപരമായ സൗഹൃദം സ്ഥാപിക്കണമെന്ന ചിന്താഗതിയിൽ ആരും സമീപിക്കാറില്ല. KSUവിനെ വിളിച്ചു വന്നില്ല. അതുപോലെ KSU ഏതെങ്കിലും ഒരു സമരവുമായി ബന്ധപ്പെട്ട് SFIനെ വിളിക്കുകയോ പോവാതിരിക്കുകയോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? KSU ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളായ ശേഷം വിളിച്ചിട്ടില്ല, അങ്ങനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നാളുകളിൽ അങ്ങനെ വിളിച്ചാൽ പോകും, അത് വിഷയാധിഷ്ഠിതമാണ്. പിന്നെ KSUവിനുള്ളത് കേവലം രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. അത് പൊളിറ്റിക്കലി പേഴ്സണലായ ഒരു പ്രശ്നമാണ് KSUമായിട്ടുള്ളത്. പൊളിറ്റിക്കലി പേഴ്സണലായ പ്രശ്നമാണ്, അത് പേഴ്സണൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അത് പൊളിറ്റിക്കലി പേഴ്സണൽ തന്നെ. എൻ്റെ കാരണം ജനുവരി മാസം 10-ാം തീയതി ഞാൻ ഇടുക്കിയിലും സഞ്ജീവ് കണ്ണൂരുമായിരുന്നു ധീരജിൻ്റെ രക്തസാക്ഷി ദിവസമായി. ധീരജ് ഉൾപ്പെടെ 12 പേർ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്കാരായതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയത് KSU നേതൃത്വ പ്രസിഡന്റിനാണ്. അപ്പോൾ അവരോട് സ്വാഭാവികമായി പൊളിറ്റിക്കലായി ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം പേഴ്സണലാണ് എന്നല്ലാതെ വേറെ എന്താ പറയാൻ കഴിയും. ധീരജിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെടും. ഇന്നും ധീരജിൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രയാസത്തോടെ സങ്കടത്തോടെ ജീവിക്കുന്നത്. കോൺഗ്രസ്സുകാരനായ ധീരജിൻ്റെ അച്ഛൻ, അത് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ മാനസിക പ്രയാസം ഉണ്ടാകുന്നു. ഒരു കുട്ടി ക്യാമ്പസിൽ കൊലയപ്പെടുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വിശ്വസിക്കുന്നവർ പല ചരിയിലേക്ക് പോയില്ലേ? അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുക, അവരെ ജയിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും. അതിനപ്പുറം എന്ത് തെറ്റാ ധീരജ് ചെയ്ത്? SFIയുടെ ജനാധിപത്യത്തിന് സൗന്ദര്യമില്ല എന്നാണ് ചിലർ വിമർശിക്കുന്നത്. ഞങ്ങളുടെ സൗന്ദര്യമാണ് ഞങ്ങളുടെ കൈകൊണ്ട് ഒരാളും കൊലയപ്പെടാൻ. 35 പേർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴും കേരളത്തിലെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൈകൊണ്ട്, SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ നിരുപാധികം വേട്ടയാടപ്പെട്ടവരാണ്. ധീരജിൻ്റെ അമ്മ ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാണ്, ഇങ്ങനെ എത്ര അമ്മമാരുടെ കണ്ണീര് കാണാൻ വിധിക്കപ്പെട്ടവരാണ് മക്കളെ നിങ്ങൾ, ഇങ്ങനെ എത്ര അമ്മമാരുടെ കണ്ണീര് കാണാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങളെന്നാണ്.